അച്ഛയുടെ കാലിതാ പോയിട്ട് ഇതാ തുടച്ച് വൃത്തിയാക്കിയിട്ടേക്കാണ് ഗൈസ്. നമ്മളിതാ ജീപ്പിൽ പടുതേട്ടം പടുതേട്ടത്തൊന്നും ഭയങ്കര പടുതേട്ടം കൊണ്ട് കൊടുക്കും. ഭയങ്കര വെയില് ഓടിക്കാൻ ഭയങ്കര സുഖം. പക്ഷെ ഭയങ്കര വെയില് കൊള്ളിട്ടുണ്ടെന്നാണ് അല്ലേ. മറ്റേ റൂഫൊക്കെ തുറന്നിരിക്കണ വണ്ടി പോലെ നാളെ തൊട്ടും മറ്റന്നാൾ തൊട്ടും മഴയൊക്കെ തുടങ്ങുന്ന ഗൈസ്. അപ്പൊ നമ്മള് ഓയിൽ ലീക്ക് ആയില്ലെങ്കിൽ ഇനി എന്തോരം പോകും. എന്നിട്ട് ഇരുമ്പനെത്തുമ്പോ ആ സ്ഥലത്ത് തന്നെ ഓയിൽ ലീക്കാണ്. എന്നിട്ട് വർഷപ്പോലും വരില്ല പറ്റില്ല ഉണ്ടായി. അപ്പോൾ എല്ലാം പോയി പണിയായി ഇതാവും. നമ്മൾ പിന്നെ അറിയാലോ നമ്മൾ റിച്ച് ഫാമിലി. നമ്മുടെ ജീപ്പിന് പടുത കെട്ടാൻ എത്ര രൂപയാണ്? 14,000 രൂപയെ. ഡോറ് പിടിപ്പിക്കോ? ഇത്ര ഉള്ളതാണോ? നമ്മൾ ഗൈസ് ഡോറൊക്കെ പിടിപ്പിക്കും. ഇത്ര ഉള്ളത് ഫുൾ ഡോറ്. അതൊന്നും ഈ ജീപ്പിനല്ല, അത് പഴയ മോഡൽ. ഇത് ഇപ്പോഴത്തെ മോഡൽ. ഇപ്പോഴത്തെ മോഡലാണ് പഴയ മോഡലാണ്. അത് 90 ഉണ്ട്. പുതിയ മോഡലായിരുന്നു ഓടിക്കുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ പ്രവൃത്തിയായിട്ടില്ല. കയ്യിലെടുത്ത് ഭയങ്കര പാടാണ്. യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒച്ച കേട്ടോ വണ്ടിയുടെ സെറ്റല്ലേ, നമ്മൾ പുള്ളിയല്ലേ. മുകളിലത്തെ മരമൊക്കെ നിങ്ങൾ കണ്ട് നമ്മൾ ആസ്വദിച്ചു പോവാണ്. ഞാൻ ഈ ഫോണിൽ നോക്കിയാണ് മുകളിലത്തെ സൂര്യൻ ഇതിനകത്ത് തന്നെ നോക്കിയിരിക്കണ കണ്ടത്. ഇവിടെ എത്തിയപ്പോൾ കാണാതായി അല്ലേ. ഇതിന്റെ വെയിലോട്ട് നമ്മളിത് കുതിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വെയിലോട്ട് എത്ര സ്പീഡിലാണ് ചെയ്ത് പോണത്? വളരെ പൈകെ ഓടിയെത്താൻ വേണ്ടി പടുത കെട്ടാൻ വേണ്ടി നമ്മൾ ഇരുമ്പനത്തേക്ക് വണ്ടി പടുത കെട്ടി കഴിഞ്ഞാൽ നമ്മൾ പൊടിയാവും. പടുത കെട്ടി കുറച്ച് ചെറിയ ചെറിയ പണികളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്തേടെ ഒരൊറ്റ ടൂർ പോക്കാണ് ആനകത്ത്. ഇൻഷുറൻസും ടാക്സ് അടച്ചിട്ടേ പോകത്തുള്ളൂ, അല്ലാണ്ട് അപ്പം തന്നെ കൂടെ കൊടുക്കില്ല. ഓക്കെ, അത് പൈസ സെറ്റ് ആയിട്ടും കൂടെ. ഓക്കെ ഗൈസ്, നമ്മുടെ മുടി അവസ്ഥയിലാണ് എടുക്കാം. എൻ്റെ അവസ്ഥയിൽ ഇപ്പോൾ ഈ കാറ്റടിക്കുന്ന അത് ഇവിടെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണം. നമ്മൾ ഓടിക്കുമ്പോൾ കിട്ടും. ഞാൻ ഓടിക്കുള്ള എന്നാലും എനിക്ക് ആ ഫീല് കിട്ടില്ല. ചെയ്യാൻ കിടക്കുവാട്ടോ. കിടന്നോട്ടെ. ആ പൈസ ഇപ്പോൾ നമ്മൾ കിടന്നു ഏതിപ്പോൾ കിടക്കുമ്പോൾ ഒരു സുഖം കിട്ടും. നമ്മൾ പൊളിയല്ലേ, കാലം കൊടുത്തിട്ടേ കിടക്കും. അച്ഛേ, ഈ ടി വിയിലൊക്കെ പറയണ ഗുരുവായൂരമ്പലങ്ങളുടെ ഒരു തിയേറ്ററിൽ ആഘോഷം ഇടയ്ക്ക് സിനിമയാണ്. ആണോ? നമ്മൾ ഇപ്പോൾ ഒരു ആഘോഷം ഉണ്ടായാലും ഒരു തേങ്ങ പോലെ ഉണ്ടായില്ല അല്ലേ? എല്ലാവരും പേപ്പർ വലിച്ചെറിഞ്ഞൊക്കെ പറയാം. അതൊന്നും തെറ്റാണ്. ചിലപ്പോൾ തേങ്ങയായിരിക്കും വലിച്ചെറിഞ്ഞ അല്ലേ? ഗൈസ്, നമ്മുടെ വണ്ടി പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മുകളിലത്തെ ഇത് കാണിച്ചു തരാം. മുകളിലത്തെ വ്യൂ എങ്ങനെയുണ്ട്? എനിക്കാണെങ്കിൽ ഡോറ് പിടിപ്പിക്കാണ്ട് ഉറങ്ങാനും പറ്റത്തില്ല. വണ്ടി കയറി വണ്ടി ഇന്ന് തന്നെ പടുത്ത് കെട്ടി കിട്ടോ? ഇന്ന് തന്നെ പടുത്ത് കെട്ടി പിന്നെ
പിടിച്ചിട്ടില്ല, ഹെഡ്ലൈറ്റ് പിടിച്ചിട്ടില്ല. ഒരു മണം. ഈ ഏരിയയിൽ വെച്ചാണ് എൻ്റെ അച്ഛൻ്റെ ഇവിടെ എന്താണോ പറ്റി രാത്രി ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി. എന്നാലും ഒരാഴ്ച ആയി ആ സംഭവം നടന്നിട്ട്. ഒരാഴ്ചേനേക്കാളും കുറവാണ് ദിവസം. ഒരാഴ്ച ഒന്നും പറ്റില്ല. ഇതിപ്പോൾ നമ്മുടെ പടുത കിട്ടി സെറ്റായിട്ട് ഞാനും വരണ്ട്. ഈ പടുത്തേക്ക് കഴിയുമ്പോൾ ഇതിപ്പോൾ നമ്മൾ ദൂരെ ലോങ് ഡ്രൈവിലാട്ടോ ഈ പടുത ഇല്ലാണ്ട് പോകണത്. ഇരുമ്പനം പടുതയില്ല, ഹെഡ്ലൈറ്റില്ല, ഒന്നുമില്ല. നമ്മളുടെ ജീപ്പ് ഇറക്കി പണിത് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ കിടക്കുമ്പോൾ കിട്ടും വേറെ ബാക്കിൽ സീറ്റ് വെച്ചിട്ടില്ലേ? എന്നിട്ട് ബാക്കിൽ സീറ്റ് വെക്കാത്ത ഗൈസ്, ഞാൻ ഇവിടെ കൂടെ പടുത കെട്ടാണ്ടിരിക്കണ ജീപ്പ് കണ്ടോണ്ടിരിക്കട്ടോ. ഇത് നമ്മുടെ സ്ഥലം എന്താ ഇവിടെ എത്തിയിട്ടുള്ളത്? അമ്പലമോൾ അല്ലേ? അമ്പലമോൾ ഞാനിപ്പോ എവിടെ നിൽക്കണമെന്നറിയോ? അമ്പലമുകൾ. ഹിന്ദിക്കാരിങ്ങനെയാണ് പറയണത് ഗൈസ്. ഞാൻ കിടക്കട്ടെ, നിങ്ങൾ കണ്ടോ നമ്മുടെ രസമായ സ്ഥലം. ഇതിൽ കൂടെയാണ് നമ്മൾ ഡ്രൈവർ. ബുഷ് പിടിപ്പിച്ച ഞാൻ ആദ്യമായിട്ട് ഈ ബുഷ് പിടിപ്പിച്ച ജീപ്പ് കാണാൻ. അതിൽ കയറി പോണേ. നാട് വാഴാൻ തമ്പ്രാരേതോ വാളുയർത്താൻ കൈയുണ്ടോ, മനമുണ്ടോ, തേനുണ്ടോ, കനവുണ്ടോ, തീയുണ്ടോ, പൊരുദേശമാകെ നീ ഒന്നാ വേണം, അഞ്ചാതെ പിഞ്ചാതെ തീയുണ്ട്. ഇത് നമുക്കൊരു പാട്ടൊക്കെ വെച്ച് പോയതാ. അപ്പോൾ ഗൈസ് ഇനി ഇരുമ്പനെ എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ബൈ.